നിങ്ങൾ നോട്ടൊക്കെ എഴുതി വെച്ചിട്ട് ഒരു പ്രയോജനം കിട്ടൂല കേട്ടോ. ഈ എനിക്ക് സത്യം പറഞ്ഞാൽ സാറിന്റെ എനിക്ക് എത്ര ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം സാറേ, ഞാൻ എന്തോരം ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സാറിന്റെ അത്ര സാറിന്റെ ആ ഒരു കോൺവെർസേഷന്റെ ഒരു എന്താ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ഇതാവട്ടെ സാറേ. അത് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടൂല. അത് നമ്മൾ അത് കേട്ടിട്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം. അത് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടൂല. അതുപോലെ നിങ്ങൾ ഗ്രാമർ ക്ലാസ്സോ അല്ലാത്ത ക്ലാസ്സോ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം കിട്ടില്ല. പിന്നെ നിങ്ങൾ ഗ്രാമർ പുസ്തകം വാങ്ങി പഠിച്ചാലും നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടില്ല. ഞാൻ ആകെ ഒരേ ഒരു മെത്തേഡേ ഞാൻ അവലംബിച്ചിട്ടുള്ളൂ, അത് സംസാരിക്കുക എന്നുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആ ബ്രോക്കൺ ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ നിങ്ങൾ ചേർന്നിട്ടുണ്ടോ? ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. ആ ഗ്രൂപ്പ് ഒന്നാമത്തേത് 24 മണിക്കൂറും ഓപ്പൺ ആണ്, രാത്രിയും പകലും. നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഗ്രൂപ്പ് തുറക്കുക. തുറന്നാൽ ഉടനെ വ്യക്തികളെ നിങ്ങൾക്ക് ഒറ്റക്കൊറ്റക്ക് വിളിക്കാൻ പറ്റും. അത് എങ്ങനെ വിളിക്കേണ്ടതെന്ന് വെച്ചാല്, നിങ്ങൾ ഫ്രീ ആവുമ്പോൾ നിങ്ങൾ വെറുതെ ഐ ആം ഫ്രീ ടു ടോക്ക് എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. സാറിന്റെ യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ സാറ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഞാൻ അതുപോലെ തന്നെ ഞാൻ ഫ്രീ ടോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടു. അതൊക്കെ ഞാൻ ഇന്നലത്തെ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് സാർ. ഞാൻ ജോയിൻ ആയപ്പോ തൊട്ട് സാർ പറഞ്ഞതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, മുഴുവനും നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്ഷമയില്ല. പകുതി കേട്ടപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറയും. ബാക്കി പകുതി നിങ്ങൾ ചെയ്തിട്ടില്ല. അത് ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറയാനും നിങ്ങൾ സമ്മതിക്കുന്നില്ല. രണ്ട് രീതിയിലാണ്. ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞതെന്നല്ല കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ രണ്ട് രീതിയിലാണ്. ആദ്യത്തെ പോയിന്റ്, നിങ്ങൾ ഗ്രാമർ പഠിക്കാനോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാനോ ഇംഗ്ലീഷ് വീഡിയോ കാണാനോ ഒക്കെ എടുക്കുന്ന സമയം പോലും അതെല്ലാം നിർത്തി വെച്ചിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. അല്ലാതെ നിങ്ങൾ ഗ്രാമർ പഠിക്കാനും ഇംഗ്ലീഷ് വൊക്കാബുലറി കളക്ട് ചെയ്യാനായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുകയും ചെയ്ത് ആ സമയമെല്ലാം വെറുതെ പാഴായി പോകും. ഒരു ദിവസം ഇംഗ്ലീഷ് പേപ്പറിന് നിങ്ങൾ 1 മണിക്കൂർ ചെലവാക്കുന്നുണ്ടെങ്കിൽ ആ പേപ്പർ മടക്കി വെക്കുക. എന്നിട്ട് ആ 1 മണിക്കൂർ ഈ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് 100 ഇരട്ടി ഗുണം കിട്ടും. വൊക്കാബുലറി എല്ലാം സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു പോയിന്റാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ഇംഗ്ലീഷ് പേപ്പർ വായിച്ച സമയം കളയണ്ട, ഗ്രാമർ പഠിച്ച സമയം കളയണ്ട, ഇംഗ്ലീഷ് മൂവിയും സീരിയലും കണ്ട് സമയം കളയണ്ട. അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക തൽക്കാലത്തേക്ക്. എന്നിട്ട് ഈ ഗ്രൂപ്പിൽ വന്ന് ആൾക്കാർ 2 രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ രീതി, ഓരോ വ്യക്തികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിക്കുക. അതിനാണ് ഫ്രീ ടു ടോക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് ഇടുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ വിളിക്കും. അതേപോലെ തന്നെ വേറെ ആൾക്കാർ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ അവർ മെസ്സേജ് ഇടും ഐ ആം ഫ്രീ ടു ടോക്ക് എന്ന്. അപ്പോൾ അവരുടെ ആ നമ്പർ അതിന്റെ തൊട്ട് മേലെ കാണും. അവരെ അങ്ങോട്ട് വിളിക്കുക, എന്നിട്ട് അവരോട് സംസാരിക്കുക. അങ്ങനെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എത്ര ആളെ വിളിക്കാവുന്നോ അത്ര ആൾക്കാർ വിളിക്കണം. വേറെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു നോട്ട്ബുക്കില് ഇന്നലെ ഞാനൊരു 18 മിനിറ്റ് ആദ്യം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 12 മിനിറ്റ് സംസാരിച്ചു. അതൊക്കെ ഞാൻ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് സാർ പറഞ്ഞതുപോലെ. അപ്പൊ ഇന്നലെ ഞാൻ ടോട്ടൽ എഴുതില്ല എത്ര മിനിറ്റ് സംസാരിച്ചു എന്ന്. അങ്ങനെ ഞാൻ ഇന്നും സംസാരിക്കുന്നത് എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ സാർ പറഞ്ഞങ്ങനെ ചെയ്യുന്നുണ്ട് സാർ. അത് നല്ല കാര്യമാണ്. എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഓരോ ദിവസം എത്ര ആളെ വിളിച്ചു, ടോട്ടൽ എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ സംസാരിച്ചു എന്നുള്ളത് നിങ്ങൾ ഓരോ പ്രാവശ്യം നോക്കും തോറും നിങ്ങൾക്കൊരു സെൽഫ് മോട്ടിവേഷൻ കിട്ടും. ഈ മോട്ടിവേഷൻ ട്രെയിനേഴ്സിന്റെ അടുത്തൊന്നും പോകണ്ട, നിങ്ങൾക്ക് സ്വയം മോട്ടിവേഷൻ കിട്ടാനാണ് ഈ ടൈം ടേബിൾ എഴുതാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്നില്ലല്ലോ, ഒരു കാര്യമല്ലേ കേട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇൻഡിവിജ്വൽ ടോക്കാണ് ആദ്യത്തേത്. രണ്ടാമത്തത് ഗ്രൂപ്പ് ടോക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിന് ഈ മൊബൈലിന്റെ വാട്സാപ്പ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും മേൽഭാഗത്ത് ഗ്രൂപ്പ് ചാറ്റിന് വേണ്ടിയിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, സ്ക്രീനിന്റെ ഏറ്റവും മേൽഭാഗത്ത് 3 ഡോട്ട്സ് കാണും. 3 ഡോട്ട്സിന്റെ തൊട്ടടുത്ത് ഒരു വട്ടത്തിന്റെ ഉള്ളിൽ 3 വരകൾ കാണും. അത് കാണാം ഏറ്റവും മേൽഭാഗത്ത് റൈറ്റ് സൈഡില്. 3 ഡോട്ട്സിന്റെ അടുത്ത് 3 ലൈൻസ് ഒരു വട്ടത്തിന്റെ ഉള്ളില്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഗ്രൂപ്പായിട്ട് വരും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ. ഓരോ 5ഓ 10ഓ ആൾക്കാർ വരും സംസാരിക്കാൻ. ചിലപ്പോൾ 2 പേരെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 5 പേര് വരും, 10 പേരൊക്കെ വരും. അപ്പൊ നിങ്ങൾ അവരുടെ കൂടെ പല പല കാര്യങ്ങൾ സംസാരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് കാഷ്വൽ ടോക്ക് ചെയ്താലും മതി, ഇല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം. ആ ഗ്രൂപ്പ് ചാറ്റിന്റെ ഒരു എഫക്ട് വേറെ, അതൊരു 1.5 എഫക്റ്റ് ആണ് അത്. സാർ ഇന്ന് ഞാൻ രാവിലെ ഗ്രൂപ്പ് തുറന്നപ്പോ അങ്ങനെ ഒരു എന്താ വന്നിട്ട് ഞങ്ങള് 4 പേര് കൂടി സംസാരിച്ചു. 4 ചേട്ടന്മാരാണ്. ഞാനും അവരുടെ കൂടെ സംസാരിച്ചു. ഞാൻ അറിയുന്ന പോലെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചായിരുന്നു. അതിന്റെ എഫക്റ്റ് ഒന്ന് വേറെ. അതുപോലെ ഓരോ വ്യക്തികളെ ഒറ്റക്കൊറ്റക്ക് വിളിക്കുമ്പോൾ കിട്ടുന്ന എഫക്റ്റ് വേറെ. ഇതിന് രണ്ടിനും ഗുണങ്ങളുണ്ട്. ഈ 2 കാര്യം മാത്രം നിങ്ങൾ ഒരു മാസം ചെയ്തു നോക്കൂ. അപ്പൊ നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ സ്പീഡ് കൂടി വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം.
പക്ഷെ ഒരു സംശയം ചോദിക്കട്ടെ സാർ, നമ്മൾ ഈ ഗ്രൂപ്പ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും സാറും തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഞാനും സാറും കുറച്ച് കൂറാന്നിരിക്കട്ടെ ഇംഗ്ലീഷിൽ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ കോണത്ത് തെറ്റ് പറയും. അപ്പൊ ഈ ഗ്രൂപ്പ് കോൾ ആകുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കഴിഞ്ഞും കുറച്ച് സീനിയേഴ്സ് ഉണ്ടാവും, അവർ കുറച്ചുകൂടെ നന്നായിട്ട് പറയുമ്പോൾ അപ്പൊ അവർ ചിലപ്പോൾ തിരുത്തി തരുമായിരിക്കും അല്ലേ? അവർ തിരുത്തി തരും. അത് തിരുത്തി തരണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം, ഹലോ ഫ്രണ്ട്സ് യു ഹാവ് ടു കറക്റ്റ് മീ എന്ന് അവരോട് പറയണം. പറഞ്ഞില്ലെങ്കിൽ ആരും തിരുത്തി തരില്ല. സാർ പിന്നെ രാവിലെ ഇന്ന് അവര് സംസാരിച്ചപ്പോഴേ അവര് അരഞ്ഞാണത്തിനെ കുറിച്ച്, അരഞ്ഞാണത്തിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അങ്ങനെ ചോദിച്ചറിഞ്ഞേ. അപ്പൊ ഒരു മാഡം എവിടെയോ ഏഴ് ചോദിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ആ മാഡം റിട്ടയർഡ് ആയത് മാഡമാണ്. അപ്പൊ അവര് പറഞ്ഞു അരഞ്ഞാണത്തിന് എന്നാ വേസ്റ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു, പിന്നെ വേസ്റ്റ് ചെയ്യുന്നതാന്ന് പറഞ്ഞു. അപ്പൊ അവര് എല്ലാവരും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ തന്നെ എനിക്ക് കസ്റ്റമർ വന്ന് ഞാൻ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി. അപ്പോ അരഞ്ഞാണത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് കിട്ടിയോ? എന്നിട്ട് അതാ അവര് പറഞ്ഞ എന്നാ വേസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞു, വേസ്റ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു, വേസ്റ്റ് ബ്രിങ് എന്ന് പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു, വേസ്റ്റ് എന്തൊക്കെയോ അവര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ സാർ എനിക്ക് ഞാൻ പറഞ്ഞില്ല ബ്യൂട്ടീഷ്യൻ ആണ്, എനിക്ക് കസ്റ്റമർ വന്നു, ഞാൻ അപ്പൊ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി. അവരെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനെന്നാ സാർ കറക്റ്റ് പറയണേ? അതൊന്നും എനിക്കറിയില്ല മാഡം. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ അരഞ്ഞാണത്തിന്റെ ഇംഗ്ലീഷ് ഒന്നും പഠിച്ച് സമയം കളയണ്ട. എനിക്കൊന്നും വേണ്ട സാറേ, എനിക്ക് അതൊന്നും പഠിക്കണ്ട. അവര് ചുമ്മാ പറഞ്ഞപ്പോ ഞാൻ സാറിനോട് തമാശയായിട്ട് പറഞ്ഞേ ഉള്ളൂ. വേറൊരാൾ എന്റെ അടുത്ത് വന്നിട്ട് ഈ അരകല്ലിന്റെ ഇംഗ്ലീഷ് ചോദിച്ചു. അരകല്ലിന്റെ ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയില്ല. സാറിന് ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, 4 പേരുടെ മുന്നിൽ ചെന്നിട്ട് സംസാരിക്കാൻ അറിയാം. അത് മതി സാറേ, ഞാനും അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ സാറേ. ശരിക്കും ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മതി, അത് നല്ലൊരു ഐഡിയ ആണ്. നിങ്ങൾ പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാൽ മതി. ഈ അരഞ്ഞാണത്തിന്റെയും അരകല്ലിന്റെ ഒക്കെ ഇംഗ്ലീഷ് ഞാൻ അപ്പൊ തന്നെ ചിന്തിച്ചു, ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ ഗ്രൂപ്പിൽ കയറിയിട്ട് എന്താ പറയുക, പഠിച്ചു വരുന്ന പിച്ച് വെക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ തന്നെ ഇവർക്ക് അരഞ്ഞാണം ഒക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ. അരഞ്ഞാണത്തിന്റെ അരകല്ലിന്റെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് അവർ ഇംഗ്ലീഷ് സംസാരിക്കൂല. പിന്നെ അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല സാറിനോട്, അവർ ചോദിച്ചത് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. വേറെ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് വിറകടുപ്പിന്റെ ഇംഗ്ലീഷ് എന്താന്ന് ചോദിച്ചു. പണ്ട് കാലത്ത് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരുന്നില്ല, വിറകിന്റെ അടപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പൊ വിറകടുപ്പിന്റെ ഇംഗ്ലീഷ് എന്താന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നെ കളിയാക്കി. അപ്പൊ എന്നാ ഞാൻ ചോദിച്ചു, തനിക്ക് ഒരു 10 മിനിറ്റ് എന്റെ കൂടെ ഇംഗ്ലീഷിൽ സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോ അയാൾക്ക് അത് പറ്റണില്ല. അയാൾക്ക് വിറകടുപ്പിന്റെ ഇംഗ്ലീഷ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ എന്നെ കളിയാക്കാനാണ് അയാൾക്ക് ഇൻട്രസ്റ്റ്. ഈ മലയാളികളുടെ ഒരു പ്രശ്നം അതാണ്. അപ്പൊ നിങ്ങൾ വിറകടുപ്പിന്റെയും അരകല്ലിന്റെയും അതൊന്നും വേണ്ട സാറേ, എനിക്കൊന്ന് സാറിനോട് ഇപ്പൊ ഒന്ന് മര്യാദക്ക് എനിക്കിപ്പോ ഈ സംസാരിക്കുന്നത് ഇതുപോലെ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ദൈവമേ, അതാണ് എന്റെ വലിയൊരു ആഗ്രഹം. അപ്പൊ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഇൻഡിവിജ്വൽ കോളും ചെയ്യണം, ഗ്രൂപ്പ് കോളും ചെയ്യണം. രണ്ടിനും 2 ഗുണങ്ങളുണ്ട്. ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് കോൾ ചെയ്യുമ്പോൾ ഒരു ഗുണം, നിങ്ങൾക്ക് കൂടുതൽ സമയം സംസാരിക്കാൻ കിട്ടും. ഗ്രൂപ്പ് കോളിൽ വരുമ്പോൾ കൂടുതൽ സമയം കിട്ടില്ല, കുറച്ച് സമയം കിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാരെ കിട്ടും, കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കൂടുതൽ അറിവ് കിട്ടും. അത് തീർച്ചയായിട്ടും കിട്ടും, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സമയം എടുക്കുന്ന 1 മണിക്കൂർ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് കിട്ടും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ സംസാരിക്കാനുള്ള ഗ്രൂപ്പ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ബ്രോക്കൺ ഉണ്ട്, ബ്രോക്കൺ കഴിഞ്ഞാൽ അതിന്റെ തന്നെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അങ്ങനെയൊന്നും പറയാനും പാടില്ല. ഒരു മനുഷ്യനെ ദൈവത്തെ പോലെ കാണാനൊന്നും പാടില്ല നിങ്ങൾ. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം നിങ്ങളുടെ കൂടെ. പിന്നെന്താ സാർ, ഇംഗ്ലീഷ് എനിക്ക് ഞാൻ അറിയുന്ന പോലെ പൊട്ടത്തെറ്റ് പറയും. ഇപ്പൊ പറയണോ? ഇപ്പൊ നിങ്ങൾ സംസാരിക്കണോ ഇംഗ്ലീഷില്? ഓക്കെ. വേർ ഈസ് യുവർ പ്ലേസ്? ഐ ആം ഫ്രം വയനാട് സർ. ഇവിടെ വന്നിട്ടാണ് ഞാൻ നന്നായിട്ട് പഠിച്ചത്, ഇത്ര ഫ്ലുവൻസി കിട്ടിയത്. അപ്പൊ അതിനെന്താ പറയുന്നത്? I became very fluent in Malayalam. I became fluent in Malayalam after coming to Kerala. Okay. After coming to Wayanad. Okay, sir. Okay, so that is good. I can understand that. സോ മാഡം, ഞാൻ ഇത്ര നേരം ഇംഗ്ലീഷ് കുറച്ച് നേരം 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ മാത്രം കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇൻഡിവിജ്വൽ ടോക്ക് പിന്നെ ഗ്രൂപ്പ് ടോക്ക് ഇത് രണ്ടും ചെയ്തോ, ധാരാളമായിട്ട് ചെയ്യണം. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലേഡീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ അതിൽ ആഡ് ചെയ്ത് തരാം. I will try my best. Very good. Okay, madam. Thank you, sir. Thank you so much for your help. Okay. You can call me later. Okay, sir. Okay, nice.